മലപ്പുറത്ത് മാലിന്യ സംസ്കരണശാലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. തീ കെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അരുൺ അമർനാഥ് കൂടുതൽ വിവരങ്ങളുമായി ഉണ്ട്. അരുണ, ഇപ്പോൾ തീപിടുത്തം തുടങ്ങിയതിന് ശേഷം കുറേ സമയം കഴിയുമ്പോഴേക്കും തീ ആളി പടരുകയാണോ അതോ തീപിടുത്തത്തിൻ്റെ തോത് കുറയുകയാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? തീ ആളി പടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മാർഷൽ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ആശ്വാസം ഈ പുഴയാണ്. പുഴയിൽ നിന്ന് നേരിട്ട് മോട്ടോർ ഇട്ട് വെള്ളം അടിച്ചുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ അഗ്നിരക്ഷാ സേന ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇപ്പോൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ 8 പേരാണ് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ചേച്ചി, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുമ്പോൾ അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇവള് പറഞ്ഞു അവിടുന്ന് അത് പുറത്തുനിന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് കത്തി വരുന്നുണ്ട് തീ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ തീ പിടിച്ചുകൊണ്ട് വേഗം ഇറങ്ങിക്കോളി അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഇറങ്ങിയതാണ്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 8 ആളുണ്ട്. അപ്പം തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ഫയർഫോഴ്സിൽ ഞങ്ങൾക്ക് അറിയിക്കാൻ ആകെ പേടിച്ചിട്ട് എന്താ കാടുന്നതിൽ അപ്പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താ പറയേണ്ട സ്ഥലത്ത് നിന്ന്. അപ്പോൾ അയാൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തു 100 അടിയാണെന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ചാൽ എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ വെള്ളം വിളിച്ചപ്പോൾ പാടില്ലായിരുന്നു. വെള്ളം വിളിച്ചപ്പോൾ ഇവളോട് ആരെങ്കിലും ഒന്ന് വിളിക്കുകയായിരുന്നേ. അങ്ങനെ വിളിച്ചു വരുത്തിയത്. വലിയ രീതിയിൽ തീ ഇതേപോലെ പടരുകയായിരുന്നു. അപ്പം തന്നെ പുറത്തുനിന്ന് ആകെ പടർന്ന് ഇങ്ങനെ വരികയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ശമിച്ചിട്ടുണ്ടോ? അപ്പോൾ കുറവ്. അത്തരത്തിൽ അഗ്നിരക്ഷാ സേന എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ ഇത് പുഴയാണ്. പുഴയ്ക്ക് സമീപമുള്ള കെട്ടിടമാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് മോട്ടോർ ഇട്ടുകൊണ്ടാണ് അഗ്നിരക്ഷാ സേന വെള്ളം അടിച്ചുകൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം. ഇപ്പോൾ ഒരു ഭാഗം ദൃശ്യത്തിൽ കാണുന്ന ഒരു ഭാഗം നേരത്തെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ആളി പടരുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വശത്ത് തീ അല്പം കുറഞ്ഞതായി തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും അല്പസമയത്തിനകം തന്നെ എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മേഖലയിൽ കൂടി ആളി പടരുന്നുണ്ട് തീ. അത് എത്രയും പെട്ടെന്ന് വെള്ളം അടിച്ച് കെടുത്തിക്കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അഗ്നിരക്ഷാ സേനയ്ക്കുള്ളത്. ആ ഒരു ദൗത്യത്തിൽ തന്നെയാണ് അവർ ഏർപ്പെട്ടിട്ടുമുള്ളത്. 8 പേരായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ തീ ഉയരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുന്ന മറ്റ് നടപടികളിലേക്കൊക്കെ കടന്നു. അത്തരത്തിൽ അവസരോചിതമായ ഒരു ഇടപെടൽ അവർക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് കൂടി പെട്ടെന്ന് അഗ്നിരക്ഷാ സേനയ്ക്ക് ഇവിടെ എത്താൻ സാധ്യമായി എന്നുള്ളത് കൂടിയുണ്ട്. മാർഷൽ ആര്യ. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല സമീപത്ത് പുഴയുള്ളതുകൊണ്ട് തീ കൂടുതൽ പടരാതെ വെള്ളം ഒഴിച്ച് അത് അണയ്ക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. ആ സമയത്ത് ഹരിതകർമ്മസേനയുടെ 8 ജീവനക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും ഒരു പരിക്കുമില്ലാതെ ഒരു പൊള്ളലും ഏൽക്കാതെ രക്ഷിക്കാൻ കഴിഞ്ഞു. അത് വലിയ ആശ്വാസമാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സമീപത്തൊക്കെ ആൾതാമസമുള്ള ജനവാസ മേഖലയാണിത്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് ഈ തീ പിടിക്കാനുള്ള കാരണം എന്താണെന്നാണ് നിഗമനം? അത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് അധികൃതരുമായൊക്കെ നമ്മൾ സംസാരിച്ചു. എന്താണ് ആ ഒരു കാരണം എന്ന ഒരു പ്രാഥമിക വിവരത്തിലേക്ക് ഈ ഘട്ടത്തിലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുറമെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് പുറമേ ഉള്ള മാലിന്യമാണ് മാലിന്യ കൂമ്പാരത്തിനാണ് ആദ്യം തീ പിടിക്കുന്നത്. എന്താണ് അത്തരത്തിലൊരു കാരണം? ഈ ചൂട് തന്നെ ആയിരിക്കാം കാരണം എന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ്. പ്രത്യേകിച്ചും ചൂട് കാലമാണ്. ഉഷ്ണം വർദ്ധിച്ചതായിരിക്കാം ഇത്തരത്തിലൊരു കാര്യം എന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ പോലും അതിലൊരു പ്രാഥമിക സ്ഥിരീകരണം എന്തായാലും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മേഖലയിലെ ആളുകൾ അപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി. ഹരിതകർമ്മ സേനാ പ്രവർത്തകർ പുറത്തിറങ്ങി അവരെയൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ തന്നെ ആളുകൾ കൂടിയെത്തി. അഗ്നിരക്ഷാ സേനയും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മാലിന്യ സംഭരണ കേന്ദ്രം മലപ്പുറം കോഡൂർ പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. തീ അണയ്ക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. മറ്റ് ആളപായങ്ങളോ അപകടങ്ങളോ ഇല്ല.